ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് പാദവാർഷിക പരീക്ഷ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നതിലടക്കം തീരുമാനമുണ്ടാകും. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിയന്ത്രിക്കുന്നതിലും തീരുമാനം ആയേക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ടാം പാദ പരീക്ഷ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമോ? രോഹിണി വീണ, ഗുഡ് മോർണിംഗ്. ഈ പാദവാർഷിക പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചോദ്യപേപ്പർ ഇപ്പോൾ തുടർച്ചയായി ചോരുന്ന ഒരു സാഹചര്യം വന്നതും അതും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്ന ഒന്ന് ഈ ചോദ്യപേപ്പറുകൾ ചോർന്ന സാഹചര്യത്തിൽ ഈ പരീക്ഷകളുമായി മുന്നോട്ട് പോകണമോ അത് മാറ്റിവെക്കണമോ എന്നുള്ളതാണ്. എന്തായാലും നേരത്തെയും ഈ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് വ്യക്തമായ സമയത്ത് പോലും പരീക്ഷകൾ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റിവെക്കാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ ഔദ്യോഗികമായി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ ട്യൂഷനുകളുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചില അധ്യാപകരെങ്കിലും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയ ശേഷം സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവിടങ്ങളിൽ പഠിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഒഴിവാക്കാനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഈ യോഗത്തിലുണ്ടായിരിക്കും. അതിൽ ഈ യോഗത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ എന്തായാലും ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല. കാരണം 2023 ഡിസംബർ മുതൽ ഈ രീതിയിലുള്ള 3 തവണയായി ഇപ്പോൾ ഈ പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ അത് വലിയ വിവാദവുമായതാണ്. പക്ഷേ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ തയ്യാറാകാത്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള ആരോപണങ്ങൾ സജീവമാണ്. എന്തായാലും പോലീസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയുമാണ്.